നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവൻ്റെ അടുക്കൽ അയച്ചപ്പോൾ അവൻ്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല. പിന്നെ എന്ത്, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ ആരാകുന്നു ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അതിനവൻ, യെശയ്യാപ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം ഞാനാകുന്നു. അയക്കപ്പെട്ടവർ പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവർ ആയിരുന്നു. എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്ത് എന്നവൻ ചോദിച്ചു. അതിന്, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അവൻ എൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെ. അവൻ്റെ ചെരുപ്പിൻ്റെ വാരഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ യോർദാന്റെ തീരങ്ങളിൽ മാനസാന്തര സ്നാനം പ്രസംഗിക്കുകയാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. ഇതായിരുന്നു യോഹന്നാന്റെ പ്രസംഗം. കഴിഞ്ഞ 400 വർഷങ്ങളായി ഒരു പ്രവാചകനുമില്ല, ഒരു പ്രസംഗവുമില്ല. അന്ധകാരകാലമായിരുന്നു. മലാഖിക്ക് ശേഷം 400 നീണ്ട വർഷങ്ങൾ ഒരു സമാധാനവുമില്ലാതെ, അല്ലെങ്കിൽ യാതൊരു ദൈവവചന ശ്രവണവുമില്ലാതെ ആളുകൾ ഇങ്ങനെ അസ്വസ്ഥരായി കഴിയുകയായി. കാരണം ദൈവം തൻ്റെ വചനം നൽകുന്നത് നിർത്തിവെച്ചു. പന്നികളുടെ മുമ്പാകെ മുത്തിടരുത് എന്ന് യേശു പറഞ്ഞതുപോലെ ഇവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവരെ കോർണർ ചെയ്തു. എന്നാൽ ആ നിശബ്ദതയെ വഞ്ചിച്ചുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ സ്റ്റേജുകളിലല്ല, മരുഭൂമിയിൽ അല്ലെങ്കിൽ കാട്ടിൽ, യോർദാന്റെ തീരങ്ങളിൽ, അവിടെയൊക്കെ മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുന്ന പാപികളുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ജനസമൂഹങ്ങളുടെ മധ്യയാണ് യോഹന്നാൻ പ്രസംഗിച്ചത്. അവരോട് പറഞ്ഞു, മാനസാന്തര യോഗ്യമായ ഫലം കായ്പീൻ, മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അടുത്ത് വന്നവരോട് യോഹന്നാൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ, അതായത് നിങ്ങൾ കാംക്ഷിക്കുന്ന മശിഹ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. യോർദാന്റെ ഇരുകരയുമുള്ള ആളുകൾ യോഹന്നാന്റെ പ്രസംഗം കേട്ട് മാനസാന്തരത്തിനായിട്ട്, പുതിയൊരു ജീവിതത്തിനായിട്ട് തയ്യാറായി. അതിൽ ചുങ്കക്കാരുണ്ടായിരുന്നു, പാപികളായിട്ടുള്ള ഹീനപാപികളുണ്ടായിരുന്നു, പടജനവും ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ യഹൂദ മതമേധാവികൾ അവരുടെ പുരോഹിതന്മാരെയും പരീശന്മാരെയും ഒക്കെ യേശുവിൻ്റെ അടുക്കൽ അയച്ചിട്ട്, നീ ആരാണ് എന്ന് ചോദിച്ചു. യോഹന്നാന്റെ മറുപടി, ഞാൻ ക്രിസ്തുവല്ല. യോഹന്നാന് ഒരുപാട് കാര്യം പറയാം. ഞാൻ അബിയാക്കൂറിലെ സഖരിയാവ് എന്ന പുരോഹിതൻ്റെ മകനാണ്. എൻ്റെ അപ്പന് വാർദ്ധക്യത്തിലാണ് ഞാൻ ഉണ്ടാകുന്നത്. എൻ്റെ അമ്മ എലിസബത്ത്, അവർ 2 ഭക്തരായിരുന്നു. അവർക്ക് ദേവാലയ ശുശ്രൂഷ ചെയ്യുവാൻ നറുക്ക് വീഴുവാൻ ഇടയായി. ദൈവദൂതൻ എൻ്റെ അപ്പനോട് ദേവാലയത്തിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ പേര് മുൻകൂറായിട്ട് പറഞ്ഞു. അതനുസരിച്ചാണ് എനിക്ക് യോഹന്നാൻ എന്ന് പേരുണ്ടായത്. അവർ വൃദ്ധരായിരുന്നുകൊണ്ട് അവർ മരിച്ചുപോയി. ഞാൻ മരുഭൂമിയിൽ ആയിരുന്നു പരിശീലനം നേടിയത്. താൻ പരിശീലനം നേടിയ ആ ആശ്രമത്തിൻ്റെ കാര്യമൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ യേശുവിൻ്റെ അമ്മ എന്നെ കാണാൻ വന്നു. യേശുവിൻ്റെ അമ്മയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ ഞാൻ സന്തോഷം കൊണ്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. ഞാൻ തുള്ളുവാൻ ഇടയായി.
അങ്ങനെ എന്തെല്ലാം കഥകൾ യോഹന്നാന് പറയാമായിരുന്നു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ക്രിസ്തുവല്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്. ക്രിസ്തുവിനെയാണ് നിങ്ങൾ അറിയേണ്ടത്, കാണേണ്ടത്, അനുസരിക്കേണ്ടത്. അവർ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, നീ ഏലിയാവാണോ? കാരണം മലാക്കി പ്രവചനം അവസാനിപ്പിക്കുന്നത് ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ ഒരാൾ വരുമെന്നാണ്. പക്ഷെ അവർ വിചാരിച്ച് ഏലിയാവ് വീണ്ടും വരുമെന്ന്. പിന്നെ അവർ ചോദിച്ചു, നീ ആ പ്രവാചകനോ എന്ന് പറഞ്ഞാൽ മോശയോട് ദൈവം പറഞ്ഞു, നിന്നെപ്പോലൊരു പ്രവാചകനെ ഞാൻ ലോകത്ത് അയക്കുമെന്ന്. അത് യേശുവിൻ്റെ കാര്യമായിരുന്നു. അതാണ്, നീ ആ പ്രവാചകനോ? യോഹന്നാൻ പറഞ്ഞ അല്ല. അപ്പം നീ ഏലിയാവല്ല, ആ പ്രവാചകനല്ല, പിന്നെ നീ ആരാണ്? അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, യെശയ്യാ പ്രവചനത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്ക്. അവർ ചോദിച്ചു, നീ എന്തിനാണ് സ്നാനപ്പെടുത്തുന്നത്? അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ വെള്ളത്തിൽ ആളുകളെ മാനസാന്തരത്തിനായിട്ട് സ്നാനപ്പെടുത്തുന്നു. ദൈവത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കം അതാണ്. അതായത് ദൈവം മനുഷ്യനായി വന്നിട്ടുണ്ട്. ആ ദൈവത്തെ സ്വീകരിക്കാൻ ഉള്ള ഒരുക്കത്തിനായിട്ട് പാപത്തെ ഉപേക്ഷിക്കുന്നു. ആ ഒരു ശുശ്രൂഷയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് യോഹന്നാൻ പറഞ്ഞു. അവർ തൃപ്തരായിട്ടാണോ അല്ലയോ അവർ തിരിച്ചു പോകാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ ദൈവം മനുഷ്യനാകുന്നതിന് മുന്നോടിയായിട്ട് മരുഭൂമിയിൽ ഒരാൾ വിളിച്ചു പറയുമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് യോഹന്നാനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ യേശു പരീശന്മാരോട് ചോദിച്ചു, അല്ലെങ്കിൽ പുരോഹിതന്മാരോട് ചോദിച്ചു, യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തു നിന്നോ ഭൂമിയിൽ നിന്നോ? യോഹന്നാൻ ആളുകളെ സ്നാനപ്പെടുത്തിയത് എന്ത് അധികാരത്തിലാണ്? അവർ മറുപടി പറഞ്ഞില്ല. കാരണം അത് വെറും മാനുഷികമായി വെറുതെ അയാൾ സ്വയമായിട്ട് ചെയ്തതാന്ന് പറഞ്ഞാൽ ജനങ്ങൾ കല്ലെറിയും. അത് യോഹന്നാൻ ദൈവം അയച്ച ആളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് സ്നാനപ്പെട്ടില്ല എന്ന് യേശു ചോദിക്കും. അപ്പോൾ അവർ മിണ്ടാതിരുന്നുവെന്നാണ്. യോഹന്നാൻ ഇതെല്ലാം പറഞ്ഞിട്ടും യോഹന്നാൻ്റെ പിന്നാലെ യേശു ഉണ്ട്. യോഹന്നാൻ ആ മശീഹിക്ക് വഴിയൊരുക്കാൻ വന്നവനാണെന്ന് വിശ്വസിക്കാൻ അവർക്ക് സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിൻ്റെ ദൈവത്വം മനസ്സിലാക്കാൻ, യേശുവിൻ്റെ രക്ഷാപദ്ധതി മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ടായല്ലോ. അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.